സമഗ്രയുടെ പുതിയ വേർഷനായ സമഗ്ര പ്ലസിനെ പറ്റിയാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. നിലവിലിതിൽ രണ്ട് തരം റിസോഴ്സുകളാണ് ലഭ്യമായിട്ടുള്ളത്. രണ്ട് തരത്തിൽ റിസോഴ്സുകളെ നമുക്ക് കാണാൻ കഴിയും. അതായത് ഒന്ന് ലോഗിൻ ചെയ്യാതെ പബ്ലിക്കിനും സ്റ്റുഡൻസിനും കിട്ടുന്നത്, രണ്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചേഴ്സിന് കിട്ടുന്നത്. ഈ രണ്ട് കാര്യങ്ങളും എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ലോഗിൻ ചെയ്യാതെ കിട്ടുന്ന സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് സമഗ്രയുടെ ഹോം സ്ക്രീൻ എന്ന് പറയുന്നത്. ലോഗിൻ ചെയ്തിട്ടില്ല. ഈ സ്ക്രീനിൽ നമുക്ക് കാണാം, ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഹോം, ലോഗിൻ, സൈനപ്പ്, അതുപോലെ കുറച്ച് കാര്യങ്ങൾ കാണാം. അപ്പോൾ ഇതിലൂടെ നമ്മളിന്ന് പോകുന്നുണ്ട്. ഇതിൽ ആദ്യത്തെയാണ് ലോഗിൻ ചെയ്ത് കിട്ടുന്നത് ടെക്സ്റ്റ് ബുക്ക്. ടെക്സ്റ്റ് ബുക്ക് എടുത്താൽ എല്ലാ ക്ലാസ്സിലെയും ടെക്സ്റ്റ് ബുക്കുകൾ മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയം, കന്നഡ മീഡിയം നമുക്കിവിടെ കിട്ടും. നിലവിലിപ്പോൾ ഇതിൽ ഡെമോ ആയിട്ട് കാണിക്കുന്നുള്ളത് മാറിയ ടെക്സ്റ്റ് ബുക്കുകളാണ്. ഓക്കെ, മലയാളം മീഡിയം ക്ലാസ് 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, മാറിയ ടെക്സ്റ്റ് ബുക്കുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം. ഈ ഡൗൺലോഡ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഡിജിറ്റൽ കോപ്പി നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഡൗൺലോഡിങ് കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ കയ്യിൽ നേരിട്ട് കിട്ടിയിട്ടില്ലെങ്കിലും നമുക്ക് ഇത്തരം ഓൺലൈൻ കോപ്പികൾ, PDF കോപ്പികൾ വെച്ച് നമുക്ക് ക്ലാസ് റൂമിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. SCERT പബ്ലിഷ് ചെയ്തിരിക്കുന്ന, പ്രിൻ്റ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF വേർഷനാണ് ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് ഡൗൺലോഡായിട്ട് വരുന്നുണ്ട്. ഡൗൺലോഡായി കഴിഞ്ഞാൽ ഉണ്ടോ നമുക്കിവിടെ കാണാൻ കഴിയും. നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കുകൾ തന്നെയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇത് ക്ലോസ് ചെയ്യുന്നു. ഇനി തിരിച്ച് മെയിൻ വിൻഡോയിലേക്ക് പോകാനായിട്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സമഗ്ര എന്ന് പറയുന്ന ഹെഡിങ്ങിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇനി അത് കഴിഞ്ഞ് നോക്കേണ്ടത് നമുക്ക് ക്വസ്റ്റ്യൻ ബാങ്ക്. ടെക്സ്റ്റ് ബുക്ക് നോക്കി ദെൻ ക്വസ്റ്റ്യൻ ബാങ്ക്. നിലവിൽ ഓരോ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടു, ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറിയ പാഠപുസ്തകങ്ങളിലെ എന്താ പറയുക പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇതൊരു ക്വസ്റ്റ്യൻ ബാങ്കായി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രധാനമായും 9ാം ക്ലാസ്സിനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് 9ാം ക്ലാസ്സിൽ ഇത്തരം ക്വസ്റ്റ്യൻ ബാങ്ക് എങ്ങനെയാണ് വന്നിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യൻ ബാങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ മീഡിയം ഇവിടെ ചോദിക്കും. മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയം രണ്ടിലും നമുക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് അവൈലബിൾ ആണ്. തൽക്കാലം മലയാളം എടുത്തു. ക്ലാസ് 9 കഴിഞ്ഞ് സബ്ജക്റ്റ് എടുത്തു. സബ്ജക്റ്റ് ചിലപ്പോൾ നേരിട്ട് ക്ലിക്ക് ചെയ്താൽ ഇവിടെ കിട്ടിയില്ലെങ്കിൽ ടാബ് അടിച്ചാലും മതി. ഒന്ന് വെയിറ്റ് ചെയ്താൽ ലോഡാവും. കെമിസ്ട്രി ആദ്യത്തെ ചാപ്റ്റർ എടുത്തു കേട്ടോ. ഇതെടുത്തപ്പോൾ നിലവിൽ ഇതിൽ സെറ്റ് ചെയ്യപ്പെട്ട ചോദ്യങ്ങൾ, ഈ 1ാമത്തെ ചാപ്റ്ററിൽ 51 ചോദ്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നോക്കിക്കോളൂ, ഒരു മാർക്കിൻ്റെ ഒരു ചോദ്യമാണിത്. ഇതിൻ്റെ ആൻസർ ഹിൻഡ് ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് 1 മാർക്കിൻ്റെ ചോദ്യങ്ങളും 2 മാർക്കിൻ്റെ ചോദ്യങ്ങളും 3 മാർക്കിൻ്റെ ചോദ്യങ്ങളൊക്കെ വ്യത്യസ്ത രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 3 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്, ഇത് 3 മാർക്കിൻ്റെയാണ്, ഇത് 2 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. ഓക്കെ, ആൻസർ ഹിൻറ്റും മറ്റു കാര്യങ്ങളും ഇവിടെ തന്നെ തന്നിട്ടുണ്ട്. ഇതുപയോഗിച്ചൊരു ടീച്ചർക്ക് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണമെങ്കിൽ ഇതുപയോഗിച്ചിട്ട് ഈ ചോദ്യങ്ങൾ വെച്ച് അവർക്ക് പരിശീലിക്കുകയും ചെയ്യാം. ഇതാണ് ഇവിടെ ക്വസ്റ്റ്യൻ ബാങ്കിൽ വന്നിട്ടുള്ളത്. 9ാം ക്ലാസ്സാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നുള്ളത്. വീണ്ടും മെയിൻ വിൻഡോയിലേക്ക് പോകാനായി ഈ സമഗ്രയിൽ ക്ലിക്ക് ചെയ്യുന്നു. ദെൻ 3ാമത്താണ് ലേണിംഗ് റൂം. ഇത് ലേണിംഗ് റൂം എന്ന് പറയുന്നത് ക്ലാസ് റൂമിൽ പഠിക്കുന്ന ഭാഗത്തെ കുട്ടികൾക്ക് സ്വന്തമായിട്ട് പഠിക്കാനും അതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ നിർദ്ധാരണം ചെയ്യാനും ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനുമുള്ള ചില ഭാഗങ്ങളാണ് ലേണിംഗ് റൂമിൽ വന്നിട്ടുള്ളത്. എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിലവിൽ ഏതാണ് മീഡിയം എന്ന് ചോദിക്കും. ഞാൻ മലയാളം മീഡിയം തന്നെ സെലക്ട് ചെയ്യുന്നു. അതിൽ ക്ലാസ് സെലക്ട് ചെയ്യുന്നു. അതിൽ കെമിസ്ട്രി എടുത്തു. ഞാൻ ഡെമോ ചെയ്യുന്ന കെമിസ്ട്രി ആയതുകൊണ്ടാണ് അതിൽ ആറ്റത്തിൻ്റെ ഘടന. ഇങ്ങനെ എടുക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റികൾ ലോഗിൻ ചെയ്യും. ഇതൊരിക്കലും ടീച്ചർ ക്ലാസ് റൂമിൽ പഠിപ്പിച്ച അതേ ആക്ടിവിറ്റി ആയിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ ആക്ടിവിറ്റി സെയിം ആയിരിക്കാം, പക്ഷേ ഇവർക്ക് കൊടുക്കേണ്ട അസസ്മെൻറ്റ് സെപ്പറേറ്റ് അസസ്മെൻറ്റുകളായിരിക്കും. ഇത് ക്ലാസ് റൂമിൽ കൊടുത്തായിരിക്കില്ല. കുട്ടിക്ക് സ്വയം ചെയ്ത് പരിശീലിക്കാൻ ആവശ്യമായ കാര്യങ്ങളാണ് ഇവിടെ നൽകുക. ഇപ്പോൾ നോക്കിയാൽ നമുക്ക് ആറ്റത്തിനെ കാട്ടുന്ന ആ ചാപ്റ്റർ ഇവിടെ ഉണ്ട്. ഇതിൽ ലേണിംഗ് മെറ്റീരിയൽ 9 എണ്ണാണുള്ളത്. 9 മെറ്റീരിയൽ കുട്ടിക്ക് സ്വയം ചെയ്ത് പഠിക്കാനും കണ്ടു പഠിക്കാനുള്ളത്. ഇപ്പോൾ ആദ്യത്തെ ഡിസ്ചാർജ് ടു പരീക്ഷ എടുത്തു. പരീക്ഷ എടുത്തു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഇവിടെ ലോഡായി. ഈ വീഡിയോ കുട്ടിക്ക് കാണാം. അതിനുശേഷം ഈ വീഡിയോ സെലക്ട് ചെയ്തപ്പോൾ ഇവർക്ക് ഇവിടെ അസസ്മെൻറ്റ് ലോഡായി വന്നിട്ടുണ്ട്. ഈ അസസ്മെൻറ്റ് എടുത്താൽ ഉണ്ടോ, അതുമായി ബന്ധപ്പെട്ട ചെറിയൊരു ടെക്സ്റ്റ് ഇവിടെ ഉണ്ടായിരിക്കും. അതിനുശേഷം ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ
5 or 6 ചോദ്യങ്ങൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ചോദ്യങ്ങൾ എന്തുണ്ട് കുട്ടികൾക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കൊടുത്തിട്ട് കുട്ടികൾക്ക് എന്ത് ചെയ്യാം, ഈ ആൻസർ കൊടുത്തിട്ട് ശരിയാണെന്ന് ചെക്ക് ചെയ്യാം. മാക്സിമം ആൻസർ ശരിയാക്കാനും പറ്റും. ശരിക്കും ഇതെന്താ ചോദിച്ചാൽ കുട്ടികൾക്ക് എന്ത് ചെയ്യാം, ഒരു എക്സ്റ്റൻഡ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി നല്ല രീതിയിൽ പഠിക്കാനും പഠിച്ചതൊന്ന് നല്ല രീതിയിൽ കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനും കൂടി ഈ ആക്ടിവിറ്റി റെഡി ആയിരിക്കും. ഈ ചോദ്യങ്ങളൊക്കെ നല്ല രീതിയിൽ കുട്ടികൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇതൊരു മൊബൈൽ ഫ്രണ്ട്ലി വേർഷൻ കൂടിയാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് മൊബൈലിൽ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ അസസ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്കായിട്ട് ഇവിടെ പോഡ്കാസ്റ്റ് നിലവിലുണ്ടെങ്കിൽ ലാംഗ്വേജുകളൊക്കെ ആണെങ്കിൽ പോഡ്കാസ്റ്റുകൾ ഉണ്ടായിരിക്കും, അതുകൂടി ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന ഇതാണ്, ഓരോ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടും അല്ലെങ്കിൽ ഓരോ ലേണിംഗ് മെറ്റീരിയലുമായി ബന്ധപ്പെട്ടുള്ള അസസ്മെൻറ്റുകൾ സെപ്പറേറ്റ് ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കുക. കുട്ടിക്ക് അത് സ്വയം പഠനത്തിന് അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ നല്ല രീതിയിൽ റിവൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, കൃത്യമായി മനസ്സിലായിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനും കൂടിയാണ് ഈ ലേണിംഗ് റൂം ഉപയോഗിക്കുന്നത്. 9ാം ക്ലാസ്സിലെ എല്ലാ ചാപ്റ്ററുകൾക്കും ഈ ലേണിംഗ് റൂം അവൈലബിൾ ആണ്. ഓക്കെ, ഇത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകുന്നതിനായി ഈ എക്സിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ പുറത്തെത്തി കഴിഞ്ഞു. ഇനി സമഗ്ര പ്ലസ് എന്നുള്ള ഹെഡിങ്ങിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ വിൻഡോയിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക്, ക്വസ്റ്റ്യൻ ബാങ്ക്, ലേണിംഗ് റൂം ഇത് നോക്കിക്കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് ആണ് പോഡ്കാസ്റ്റ്. ഇത് പ്രധാനമായും ലാംഗ്വേജിനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ലാംഗ്വേജിൽ വന്നിട്ടില്ല. പ്രധാനമായിട്ട് ഇപ്പോൾ ഇവിടെ ഉള്ളത് മലയാളം, ഇംഗ്ലീഷൊക്കെയാണ് നിലവിൽ സെറ്റായി വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ലാംഗ്വേജിലൊക്കെ നല്ല എന്താ പറയുക പോയുണ്ടെങ്കിൽ നല്ല രീതിയിൽ അത് ചൊല്ലിക്കൊടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ കൊണ്ട് ചൊല്ലിച്ച് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ചില പാഠഭാഗങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കുന്ന രീതിയിൽ അവർക്ക് അതിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓഡിയോ രൂപത്തിൽ. അതാണ് പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏതാണെന്ന് നോക്കും. മലയാളം എടുത്തു, ക്ലാസ് 9 എടുത്തു, തൽക്കാലം മലയാളം BT എടുക്കുന്നു. ഉണ്ടോ, ഇത്രയും ചാപ്റ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഞാൻ ശാന്തിനികേതൻ എടുത്താൽ ഇതാണ് വന്നുള്ളത്. ഓക്കെ, SK പൊട്ടിക്കാടിൻ്റെ യാത്രാസ്മരണകൾ, ഇതാണ് പോഡ്കാസ്റ്റ് ഇവിടെ വന്നിട്ടുള്ളത്. ഉണ്ടെങ്കിൽ കുട്ടിക്ക് കേൾക്കണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഇത് പ്ലേ ആയി വരും. ഓക്കെ, ഇതാണ് പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. കഴിഞ്ഞാൽ തിരിച്ചു പോകാനായി എക്സിറ്റ് പ്രസ് ചെയ്യുന്നു. അതിൻ്റെ മെയിൻ വിൻഡോ, പോഡ്കാസ്റ്റിൻ്റെ മെയിൻ വിൻഡോയിലേക്ക് എത്തിക്കഴിഞ്ഞു. അതിനുവേണ്ടി സമഗ്ര പ്ലസ് എന്ന് പറഞ്ഞ ഹെഡിങ്ങിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പഴയ പോകും. ഇനി ലോഗിൻ ചെയ്ത് കിട്ടുന്ന അടുത്തൊരു സൗകര്യമാണ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. ഇതെടുക്കാം. നിലവിൽ 9ാം ക്ലാസ്സിലെ കാക്കൊല പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ പാദവാർഷിക പരീക്ഷയ്ക്ക് വേണ്ടുന്ന ഒരു സാമ്പിൾ പ്രാക്ടീസ് പേപ്പർ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, മലയാളം മീഡിയത്തിലും ഇംഗ്ലീഷ് മീഡിയത്തിലും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർസൊക്കെ ഇവിടെ കാണാം. ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ എന്ത് മതി, ഈ ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡായി കിട്ടും. ഇത് കുട്ടികൾക്ക് വേണമെങ്കിൽ സ്വയം ചെയ്തു നോക്കാം, അല്ലെങ്കിൽ ടീച്ചേഴ്സിന് വേണമെങ്കിൽ ഇത് പ്രിൻ്റ് ഔട്ട് എടുത്തോ മറ്റു ഗ്രൂപ്പിൽ ഷെയർ ചെയ്തോ ഇത് കുട്ടികൾക്ക് എത്തിക്കാവുന്നതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിലവിൽ ലോഗിൻ ചെയ്യാതെ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ടീച്ചേഴ്സിന് യൂസ് ചെയ്യാം, കുട്ടികൾക്ക് യൂസ് ചെയ്യാം, പൊതുജനങ്ങൾക്കും രക്ഷിതാക്കൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്.